നമസ്കാരം, വെൽക്കം ടു മിഷൻ ടെക് സെൻറ്റർ വീഡിയോസ്. ഇപ്പോഴത്തെ ക്ലാസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഡിപ്ലോമ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ, കേരള PSC, കേരള പബ്ലിക് അണ്ടർടേക്കിങ്സ്, റിഫൈനറീസ് നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളിൽ തെർമോഡൈനാമിക്സ് വിഭാഗത്തിൽ നിന്ന് മാത്രമായി 8 മുതൽ 16 ക്വസ്റ്റ്യൻസ് വരെ തിയറിയായിട്ടും പ്രോബ്ലമാറ്റിക്കായിട്ടും ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺ സ്ട്രീം പരീക്ഷകൾ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ വിഭാഗത്തിലും, അതുപോലെ ITA, ഫിറ്റർ, പ്ലംബർ, ഡിസൈൻ മെക്കാനിക്, മെക്കാനിക് മോട്ടോറുകൾക്ക് വിഭാഗത്തിലും അടിസ്ഥാന ക്വസ്റ്റ്യനുകൾ തെർമോഡൈനാമിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇത് പറഞ്ഞത് ഈ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് നോക്കാം. ഇതൊരു ഗ്രീക്ക് പദമാണ്. തെർമോ മീൻസ് ഹീറ്റ് എന്നും ഡൈനാമിക്സ് മീൻസ് പവർ ഓർ ഫോഴ്സ് എന്നുമാണ്. ഇൻ ഷോർട്ട്, തെർമോഡൈനാമിക്സിൻ്റെ മീനിങ് ഹീറ്റ് പവർ അഥവാ ഹീറ്റ് ഫോഴ്സ് എന്നാണ്. തെർമോഡൈനാമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ചേഞ്ച് ഇൻ വൺ ഫോം ഓഫ് എനർജി ടു അനദർ ഫോം ആണ്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക്, ഹീറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം വിച്ച് ആർ ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഉദാഹരണം, തെർമൽ എനർജി മറ്റൊരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറുമ്പം സംഭവിക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ് തെർമോഡൈനാമിക്സ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദ എനർജി ഗെയിൻഡ് ബൈ ഗ്യാസസ് ഓർ വേപ്പേഴ്സ്. അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് മെക്കാനിക്കൽ വർക്ക്. എത്രത്തോളം ഹീറ്റ് വർക്കായിട്ട് മാറി, അതേപോലെ എത്രത്തോളം വർക്ക് ഹീറ്റായിട്ട് മാറി എന്നൊക്കെയാണ് തെർമോഡൈനാമിക്സ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം. ഇനി എന്താണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് സംഭവിക്കുന്ന ഒരു ഡെഫിനിറ്റ് ഏരിയ അല്ലെങ്കിൽ സ്പേസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റത്തിന് ചുറ്റും സറൗണ്ടിങ്സ് ഉണ്ട്. സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും വേർതിരിക്കുന്നത് ബൗണ്ടറിയാണ്. സറൗണ്ടിങ്സ് എന്നുള്ളത് എവറിത്തിങ് എക്സ്റ്റേണൽ ടു സിസ്റ്റമാണ്. ഒരു എൻജിൻ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഇരിക്കുകയാണെങ്കിൽ എൻജിൻ സിസ്റ്റമായിട്ടും സറൗണ്ടിങ്സ് എന്നുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസാണ്. അതുപോലെ തന്നെ ബൗണ്ടറി എന്നുള്ളത് ഇതൊരു ഇൻ്റർഫേസാണ്. അതായത് എനർജി സറൗണ്ടിങ്സിലേക്ക് ക്രോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൻ്റെ എനർജി സിസ്റ്റത്തിലോട്ട് ക്രോസ് ചെയ്യുന്നതോ ബൗണ്ടറി വഴിയാണ്. സിസ്റ്റവും സറൗണ്ടിങ്സും കൂടെ ചേർന്നിട്ടുള്ളതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം 3ആയിട്ടാണ്: ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം നോക്കാം. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ. അല്ലെ, ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന എനർജി മാത്രമായിരിക്കും. അവിടെ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലോസ് സിസ്റ്റത്തിന് മറ്റൊരു പേര് കൺട്രോൾ മാസ് എന്നാണ്. ഉദാഹരണം, ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ഗ്യാസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിനകത്തോട്ട് ഹീറ്റ് നൽകുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഗ്യാസ് ഹീറ്റഡ് ആവുകയും അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഉയർന്നിട്ട് പിസ്റ്റൺ വർക്ക് ചെയ്യുകയും ചെയ്യും. അതായത് പിസ്റ്റൺ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യും. അപ്പം നിലവിൽ ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ചെയ്യുന്ന വർക്ക് എന്നുള്ളത് ചൂടാകുന്നതിൻ്റെ ഫലമായിട്ട് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് പിസ്റ്റണിൽ കിട്ടുന്ന വർക്ക്. മറ്റൊന്ന് ഓപ്പൺ സിസ്റ്റമാണ്. ഒരു ഓപ്പൺ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനർജിയും മാസും അതിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യും. ഉദാഹരണം, ഒരു എയർ കംപ്രസർ എടുക്കുകയാണെങ്കിൽ ഇതൊരു എയർ കംപ്രസറിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്റ്റേണൽ ബൗണ്ടറിയാണ്. എയർ കംപ്രസർ എന്നുള്ള ലോ പ്രഷർ എയറിനെ ഹൈ പ്രഷർ എയറായിട്ട് മാറ്റുന്നതാണ് എയർ കംപ്രസർ. ഇവിടെ മാസ് ട്രാൻസ്ഫർ സംഭവിക്കുന്നുണ്ട്. മറ്റൊന്ന്, പിസ്റ്റൺ
സിലിണ്ടറിനകത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എഡ്ജസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ മൂലവും ഹീറ്റ് ജനറേറ്റ് ചെയ്യും, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കും. അതേപോലെ കംപ്രസ് ചെയ്യുന്ന ഗ്യാസ് മുഖാന്തരവും ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്ന മുഖാന്തരവും ഹീറ്റ് ട്രാൻസ്ഫർ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ സിസ്റ്റത്തിൽ എനർജി ട്രാൻസ്ഫറും ഉണ്ട്, മാസ് ട്രാൻസ്ഫറും ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് ട്രാൻസ്ഫറും ഉണ്ട്. പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ഒരു വർക്ക് ട്രാൻസ്ഫറാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കംപ്രസറിൻ്റെ പിസ്റ്റൺ റൺ ചെയ്യിക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് പവറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്താണ് നമ്മൾ പവർ കൊടുക്കുന്നത്. അപ്പോൾ വർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്, മാസ് ട്രാൻസ്ഫർ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പേരാണ് കൺട്രോൾ വോളിയം എന്നുള്ളത്. ഇനിയുള്ളത് ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോ എനർജി ട്രാൻസ്ഫറാണ്, അതേപോലെ നോ മാസ് ട്രാൻസ്ഫറാണ്. ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്. അതായത് ഒരു സറൗണ്ടിങ്സായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം, ഒരു ഫ്ലാസ്കിനകത്ത് ഹോട്ട് ടീ അല്ലെ ഹോട്ട് കോഫി ഒരു തെർമോ ഫ്ലാസ്കിനകത്ത് ഇരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു എൻറ്റയർ യൂണിവേഴ്സ്, ഭൂമിയല്ല മൊത്തത്തിൽ ഉൾപ്പെടുന്ന ഗാലക്സി എല്ലാം കൂടെ ഉൾപ്പെടുന്ന അത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇതിനുള്ള ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ബേസിക് കൺസെപ്റ്റ്സിൽ കുറച്ചെണ്ണം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. എന്താണ് ഡെൻസിറ്റി എന്ന് നോക്കാം. മാസ് ടു വോളിയം റേഷ്യോ, ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിച്ചോണം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. യൂണിറ്റ് ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് മാസ് എന്ന് പറയും, അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയും. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഡെൻസിറ്റി തന്നെയാണ്. എന്താണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് നോക്കാം. ഒരു യൂണിറ്റ് വെയിറ്റ് ആണ്, അല്ല വെയിറ്റ്, ദ റേഷ്യോ ഓഫ് ദ വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ടു ഇറ്റ്സ് യൂണിറ്റ് വോളിയം ആണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടനാണ്. ന്യൂട്ടൺ എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ മാസിനെ 9.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ന്യൂട്ടൺ കിട്ടുന്നത്. അതായിരിക്കും വെയിറ്റ്. വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് തന്നെ. ഇനി സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റിയാണ്. 1 മാസ് ബൈ വോളിയം ആണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അതായത് വോളിയം ബൈ മാസ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ടു ഇറ്റ്സ് യൂണിറ്റ് മാസ്. യൂണിറ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഇനി എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ്. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ അതിൻ്റെ ഡെൻസിറ്റി ആകാം, സ്പെസിഫിക് വെയിറ്റ് ആകും. അതേ ഡിവൈഡ് ബൈ ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി അല്ല സ്പെസിഫിക് വെയിറ്റ്. സാധാരണ ലിക്വിഡിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാട്ടർ ആസ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്. ഇൻ ദ കേസ് ഓഫ് ഗ്യാസ്, എയർ ഈസ് ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്. ഇനി എന്താണ് പ്രഷർ എന്ന് നോക്കാം. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. നമുക്കറിയാം യൂണിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനും ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറുമാണ്. ഇതിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് പാസ്കൽ എന്നാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 1 പാസ്കൽ ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. പാസ്കലിൽ തന്നെ കിലോ പാസ്കലുണ്ട്. കിലോ പാസ്കലിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ആണ്. റെപ്രസെൻ്റ് ചെയ്യാം 1 കിലോ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതേപോലെ മെഗാ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതേപോലെ ജിഗാ പാസ്കൽ 10⁻⁹ ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മറ്റൊന്ന് ടെരാ പാസ്കൽ 10⁻12 ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് നോക്കാം. അത് 2 ടൈപ്പ് ഉണ്ട്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും ഉണ്ട്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസും ഉണ്ട്. എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി നോക്കാം. പ്രോപ്പർട്ടിയുടെ എൻ്റയർ സിസ്റ്റത്തിൻ്റെ വാല്യൂ
അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് ദ സിസ്റ്റത്തിൻ്റെ വാല്യൂവിന് തുല്യമാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു സിസ്റ്റത്തെ നമ്മൾ 4 കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ABCD എന്നുള്ളത്. ഇവിടെ എ എന്നുള്ള ഒരു പാർട്ട് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ വാല്യൂ ആയിരിക്കില്ല എൻ്റെ സിസ്റ്റത്തിൻ്റെ വാല്യൂ. എൻ്റെ സിസ്റ്റത്തിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എയും ബിയും സിയും ഡിയും കൂടെ കൂട്ടിയാലേ എൻ്റെ സിസ്റ്റത്തിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ദ മാസ് ആണ്. ഉദാഹരണം ടോട്ടൽ മാസ് എന്നുള്ളത് A+B+C+D ആണ്. അതേപോലെ വോളിയം, ഷേപ്പ്, സൈസ്. മറ്റൊന്ന് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നുള്ളത് നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ എൻ്റെ സിസ്റ്റത്തിൻ്റെ വാല്യൂ എന്നുള്ളത് അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് ദ സിസ്റ്റത്തിൻ്റെ വാല്യൂസിന് തുല്യമല്ല എന്നുണ്ടെങ്കിലാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇവിടെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഉദാഹരണം, ഇത് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് എ എന്നുള്ള ഭാഗത്തിൻ്റെ അവിടെ ആക്ട് ചെയ്യുന്ന ടെമ്പറേച്ചറോ പ്രഷറോ അത് തന്നെ ആയിരിക്കും ബിയിലും, അത് തന്നെ ആയിരിക്കും സിയിലും, അത് തന്നെ ആയിരിക്കും ഡിയിലും. അതായത് ഇത് ഏത് പോയിൻറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും എല്ലാ പോയിൻറ്റ്സിലും ആക്ട് ചെയ്യുന്നത് സെയിം വാല്യൂ ആയിരിക്കും. എൻ്റെ സിസ്റ്റത്തിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഉദാഹരണം ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്. ഉദാഹരണം കുറച്ച് വെള്ളം എടുത്താലും കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാലും ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, നോർമൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ. അതുപോലെ ഡെൻസിറ്റി, പ്രഷർ, മെൽറ്റിംഗ് പോയിൻറ്റ്, ടേസ്റ്റ്, കളറ്, ടെമ്പറേച്ചർ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതെങ്കിലും 4 പ്രോപ്പർട്ടി തന്നിട്ട് ഇതിൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഇതിനകത്ത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് വെച്ചാൽ സൂചിപ്പിക്കുക. സാധാരണ രീതിയിൽ ഡൗട്ട് അടിക്കുന്ന സാധനങ്ങളാണ് സ്പെസിഫിക് വോളിയം എന്നുള്ളത്. അപ്പോൾ സാധാരണ രീതി ടോട്ടൽ വോളിയം എന്നുള്ളത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും സ്പെസിഫിക് വോളിയം എന്നുള്ളത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കാം. ആക്ച്വലി ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ളത് പ്രാക്ടിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു തെർമോഡൈനാമിക്സ് ലോ അല്ല. താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ ഫോം. ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള എനർജിയെ മാത്രമേ മറ്റു രൂപത്തിലോട്ട് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലോ ആണ് W+ΔU, where Q is heat added, W is the work done by the gas or on the gas, ΔU is the change in internal energy. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് in a closed system undergoes a cyclic process, the net heat transfer will be equal to the net work transfer. That means dq is equal to dw. ഇതും ഫസ്റ്റ് ലോ പറയുന്ന കേസാണ്. ജനറലായിട്ട് പറയുന്ന Q is equal to W+ΔUവിനകത്ത് ഒരു സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ Q is considered as പോസിറ്റീവ്. അതേപോലെ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തു പോവുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് എന്നും കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിനകത്ത് പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്ന കണ്ടീഷനിൽ ഇവിടുത്തെ വോളിയം V1 പുതിയ വോളിയം V2 ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ V1 നിന്നും V2 വോളിയം കംപ്രസ് ആയിട്ടുണ്ട്. അത് നെഗറ്റീവായി, ഉണ്ടായിരുന്ന വോളിയത്തിൽ നിന്ന് വോളിയം കുറഞ്ഞു. അങ്ങനെയുള്ള കേസിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റമാണ് W is considered as നെഗറ്റീവ്. W is നെഗറ്റീവ്. ഇപ്പം നമ്മൾ ഇവിടെയുള്ള ഗ്യാസിന് ഹീറ്റ് ആഡ് ചെയ്യുകയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും.
ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പം ഈ പിസ്റ്റൺ ഓട്ടോമാറ്റിക്കായിട്ട് V1 എന്നുള്ള പൊസിഷനിൽ നിന്ന് മാറി V2 എന്നുള്ള ന്യൂ പൊസിഷനിലോട്ട് എത്തും. അങ്ങനെയുള്ള കണ്ടീഷനിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്, സിസ്റ്റം ചെയ്ത വർക്കാണ്. ആ കേസിൽ W നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻറ്റേർണൽ എനർജി വർദ്ധിക്കും. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇൻറ്റേർണൽ എനർജി വർദ്ധിക്കുമ്പം ഈ വാല്യൂ Q പോസിറ്റീവ് ആവും, W പോസിറ്റീവ് ആവും, ΔU പോസിറ്റീവ് ആവും. ഇനി എന്താണ് ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റില പറയുന്നത് ഇൻ എ ക്ലോസ് സൈക്കിൾ ദ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ. അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് വർക്ക് ആർ മ്യൂച്വലി കൺവേർട്ടബിൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു പ്രാക്ടിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ലോ അല്ല എന്നുള്ളത് ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഹീറ്റ് എനർജി എന്നുള്ളത് ലോ ഗ്രേഡ് എനർജിയാണ്, വർക്ക് എന്നുള്ളത് ഹൈ ഗ്രേഡ് എനർജിയാണ്. വർക്കിനെ നമുക്ക് ഫുള്ളി കൺവേർട്ടഡ് ഹീറ്റാക്കി മാറ്റാം. അതായത് ഹൈ ഗ്രേഡ് എനർജിയെ ലോ ഗ്രേഡ് എനർജിയായിട്ട് ഫുള്ളി കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഹീറ്റിനെ വർക്കായിട്ട് ഫുള്ളി കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല, കാരണം ഹീറ്റ് ഒരു ലോ ഗ്രേഡ് എനർജിയാണ്. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ ഫസ്റ്റിൽ ഒരിക്കലും പറയുന്നില്ല അതായത് സ്പെസിഫൈ ചെയ്യുന്നില്ല ഡയറക്ഷൻ ഓഫ് ഫ്ലോ സംഭവിക്കുന്ന ഹീറ്റിനും വർക്കിനും എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ സംഭവിക്കുന്നതെന്ന് പറയുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലോട്ടാണോ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലോട്ടാണോ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതെന്നുള്ള വ്യക്തത ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരുത്തിയിട്ടില്ല. അതിനുശേഷം ഉണ്ടായ ലോ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിൻ്റെ ഒരു മെഷീൻ വർക്ക് ചെയ്യുമെന്ന് സങ്കല്പിക്കുക. ആ മെഷീൻ ഫസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ PMM1 എന്ന് പറയുന്നത്, പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്. PMM1 എന്നുള്ളതൊരു മെഷീനാണ് വിച്ച് ഡെലിവേഴ്സ് വർക്ക് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് എനി ഇൻപുട്ട്. ഒരു ഇൻപുട്ട് ഇല്ലാതെ വർക്ക് കണ്ടിന്യൂസ് തരുന്നു എന്ന് പറയുമ്പം അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വയലേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.